ഫാമിലെ ആടുകളെല്ലാം പ്രസവിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ചെറിയ ആട്ടുകുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ കാണിക്കുന്നത്. അതിന് ബിയമോള് ആട്ടുകുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കുകയാണ്. ഇതുപോലെ ചെറിയ കുഞ്ഞുങ്ങൾ ഉണ്ടായാൽ ഒരു ദിവസം 3 തവണയെങ്കിലും ആട്ടുകുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കും. കുറച്ച് വലുതാവുന്ന വരെ നമ്മൾ ഇതേ രീതിയിലാണ് പാല് കൊടുക്കുന്നത്. എന്നാൽ മാത്രമേ 2 കുഞ്ഞുങ്ങളും ഒരേ രീതിയിൽ വളർന്ന് സെറ്റായി കിട്ടുകയുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെ പാല് കൊടുക്കുന്നത്. മറ്റേത് ആരോഗ്യമുള്ള കുഞ്ഞ് കൂടുതൽ പാല് കുടിച്ചാൽ മറ്റേ കുഞ്ഞിന് പാല് കിട്ടില്ല. അങ്ങനെ ഒരേ വളർച്ച കിട്ടാനാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ബിയമോൾ തന്നെയാണ് ചെറിയ ആട്ടുകുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായാൽ കുഞ്ഞുങ്ങൾക്ക് ഇതുപോലെ തളയിൽ നിന്ന് പാലൊക്കെ പിടിച്ചു കൊടുക്കുന്നത്. നല്ല രീതിയിൽ തന്നെ ആട്ടുകുഞ്ഞുങ്ങളൊക്കെ പാല് വലിച്ചു കുടിക്കുന്നുണ്ട്. ഫാമിലെ ആടിൻ ഷെഡിന്റെ നിലഭാഗമൊക്കെ ചെയ്തിട്ടുള്ളത് ഇതുപോലെയുള്ള ഫ്ലോർ മാറ്റ് ലോക്ക് ചെയ്തിട്ടാണ്. ഇതാകുമ്പോൾ നല്ല വൃത്തി ഉണ്ടാവും, എപ്പോഴും ഡ്രൈ ആയിരിക്കും, കൂടുക പിന്നെ കാഷ്ടമൊക്കെ നേരെ താഴെ വീഴും. പക്ഷെ പ്രശ്നം എന്താ വെച്ചാൽ ചെറിയ ആട്ടുകുഞ്ഞുങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ കാല് ഇതിന്റെ ഗ്യാപ്പിൽ കുടുങ്ങാൻ സാധ്യതയുണ്ട്. ഒരാഴ്ച കഴിയുന്നവരെ നമ്മൾ ആ കാര്യം ശ്രദ്ധിക്കണം. വലിയ ആടുകൾക്കൊന്നും കുഴപ്പമില്ല, ചെറിയ ആട്ടുകുഞ്ഞുങ്ങൾ ഉണ്ടായാലും. അതിനുവേണ്ടി ഞങ്ങൾ ചെയ്യുന്നത് നമ്മൾ ഇതുപോലൊരു ബോക്സ് പ്രസവിച്ച ഉടനെ തന്നെ ആദ്യം തന്നെ നമ്മൾ കന്നിപ്പാലൊക്കെ കൊടുത്തതിന് ശേഷം ഇതുപോലൊരു ബോക്സ് ആദ്യം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ അടിഭാഗം പ്ലെയിൻ ആണ്. അതിന് ബോക്സ് വെക്കുന്നതിന്റെ ഭാഗം ഇതുപോലെ ചാക്ക് വിരിക്കണം. നമ്മൾ ചണച്ചാക്ക് വിരിക്കുന്നത് മൂത്രമൊക്കെ ഒഴിച്ചാൽ അത് വലിഞ്ഞു പോകാനാണ്. അപ്പൊ ആ ചാക്ക് ബോക്സ് വെക്കുന്നതിന്റെ ഒരു ഭാഗത്ത് വെച്ചതിന് ശേഷം ഈ ബോക്സ് ഇതെങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള ഈ ബോക്സ് ഇത് ഇതുപോലെ വെച്ചു കൊടുക്കുക ഒരു സൈഡിൽ. എന്നിട്ട് ചെറിയ കുഞ്ഞുങ്ങളെ നമ്മൾ ഒരാഴ്ചയെങ്കിലും ഇതുപോലെ ബോക്സിൽ ഇട്ട് വെക്കും. അങ്ങനെ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഈ കുഞ്ഞുങ്ങളെ പുറത്തെടുത്ത് പാല് കുടിപ്പിക്കുന്നത്. ഇപ്പൊ ഈ കുഞ്ഞുങ്ങളൊക്കെ ഏകദേശം പാല് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഈ കൂടെ എടുത്തോ. ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ നമ്മൾ ഈ ബോക്സിൽ കൊണ്ടുവെക്കും. ഏകദേശം ഒരാഴ്ച വരെയാണ് കുഞ്ഞുങ്ങളെ നമ്മൾ ഇതുപോലെ ബോക്സിൽ ഇട്ട് വെക്കുന്നത്. അതിനുശേഷം അവർ തനിയെ തന്നെ ഇതുപോലെ പുറത്തോട്ട് എടുത്ത് ചാടും. അങ്ങനെ ആകുമ്പോൾ നമുക്ക് കുഴപ്പമില്ല. ഇങ്ങനെ ചെയ്യുന്നതിന്റെ പ്രധാന കാരണം വലിയ ആടുകളൊക്കെ രാത്രി കിടക്കുമ്പോൾ അതിന്റെ ഇടയിലൊക്കെ ഈ കുഞ്ഞുങ്ങൾ പെട്ടുപോയിട്ട് ഇതുപോലെ ആടുകൾ കിടക്കും. ആടുകൾ ഒരു സ്ഥലത്ത് തന്നെ കൂട്ടം കൂടിയാണ് കിടക്കുന്നത് രാത്രിയൊക്കെ ആയാലും. കഴിഞ്ഞ വർഷം തന്നെ ഞങ്ങൾക്ക് ഒരുപാട് കുഞ്ഞുങ്ങൾ ഇതുപോലെ ചത്തുപോയിട്ടുണ്ട്, കുഞ്ഞുങ്ങൾക്ക് അടിഭാഗത്ത് പെട്ടിട്ട്. ഈ കുഞ്ഞൊക്കെ നമ്മൾ ഒരാഴ്ച കഴിഞ്ഞ് ബോക്സിൽ നിന്ന് പുറത്ത് കടന്ന കുഞ്ഞാണ്. ഈ ഒരു വലുപ്പത്തിലായി കഴിഞ്ഞാൽ നമുക്ക് കുഴപ്പമില്ല. അല്ലെങ്കിൽ ഇതുപോലെ തള്ളകളൊക്കെ കിടക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങൾ അടിഭാഗത്ത് പെട്ടുപോകും. രാത്രി സമയങ്ങളിൽ വരെ കാല് കുടുങ്ങിയിട്ടൊക്കെ കാലിന്റെ എല്ലുകളൊക്കെ പൊട്ടിപ്പോകാനൊക്കെ സാധ്യതയുണ്ട്, കാലൊക്കെ ഒടിഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. കുഞ്ഞുങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ ഒരാഴ്ചയെങ്കിൽ നമ്മൾ ഇതുപോലെ ബോക്സിൽ ഇട്ട് വെച്ചിട്ട്, അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് പാല് നമ്മൾ പുറത്ത് വെച്ച് തന്നെ തള്ളയുടെ നിന്ന് കുടിപ്പിച്ചു കൊടുക്കണം. അതായത് കുഞ്ഞുങ്ങൾക്ക് സ്വന്തം കുടിക്കാൻ കഴിയില്ല. ഈ ഷെഡിന്റെ നിലഭാഗം നമ്മൾ ചെയ്തിട്ടുള്ള പന ഉപയോഗിച്ചിട്ടാണ്. അപ്പൊ ഇതിലൊക്കെ കാല് കൊടുക്കാൻ സാധ്യത കൂടുതലാണ്. എന്നാലും ഈ ഒരു ആട് ഇതിൽ പ്രസവിച്ചിട്ടുണ്ട്. ആ കുഞ്ഞിനെ ഇതുപോലെ ബോക്സിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ചെറിയ ആട്ടുകുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ഇതുപോലെ ബോക്സും കാര്യങ്ങളൊക്കെ വെച്ചു കൊടുത്താൽ നമ്മൾ ആട്ടുകുഞ്ഞുങ്ങൾക്കൊന്നും ഒന്നും സംഭവിക്കില്ല. കഴിഞ്ഞ വർഷം തന്നെ ഞങ്ങളുടെ ഫാമിൽ കുറെ കുഞ്ഞുങ്ങൾ ഇതുപോലെ ചത്തുപോയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു രീതി നമ്മൾ ഇങ്ങനെ 10ഓളം ബോക്സുകൾ ഇപ്പൊ ഞങ്ങളുടെ ഫാമിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ ഫാമിലൊക്കെ ആഴ്ചയിൽ 1-2 ആടൊക്കെ പ്രസവിച്ച് വരുന്നുണ്ട്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ ആട്ടുകുഞ്ഞുങ്ങളെല്ലാം ഒരു കുഴപ്പം പറ്റാതെ പിടിച്ചു കിട്ടുന്നതാണ്.